നമുക്ക് നൽകുന്ന വിലയെന്തെന്ന് മനസ്സിലാക്കാൻ അയാൾ നമുക്കായി നടത്തുന്ന വിട്ടുവീഴ്ചകൾ പരിശോധിച്ചാൽ മതിയാകും. അധികം സ്നേഹം നിങ്ങൾ ആർക്ക് വിളമ്പിയാലും അവസാനം എച്ചിലിന്റെ വിലയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ലോകത്തിലെ ഏറ്റവും മികച്ച പുസ്തകം നമ്മൾ തന്നെയാണ്. സ്വയം മനസ്സിലാക്കുക, എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. കുടുംബം എന്നാൽ രക്തബന്ധം മാത്രമല്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ ആരാണോ നിങ്ങളുടെ കൈ പിടിക്കാൻ തയ്യാറാകുന്നത് അവരാണ് നിങ്ങളുടെ കുടുംബം. എത്രയൊക്കെ ഉയർച്ചയിലെത്തിയാലും ആരെയും അവഗണിക്കുകയോ ഒരിക്കലും അഹങ്കരിക്കുകയോ ചെയ്യരുത്. കാരണം താഴ്ചയിൽ അവരെ വീണ്ടും കാണേണ്ടി വരും. നമ്മൾ വളരെ വേഗം പ്രായമാകുകയും വളരെ വൈകി മാത്രം ബുദ്ധിമാനായി തീരുകയും ചെയ്യുന്നുവെന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം. ജീവിതം എളുപ്പമല്ല. സ്വയം ശക്തനാകണം. മികച്ച സമയം ഒരിക്കലും വരില്ല. ഉള്ള സമയം മികച്ചതാക്കണം. നമുക്ക് ഏറ്റവും അടുത്തറിയാവുന്ന ഒരാളിൽ പോലും നമുക്കൊട്ടും അറിയാത്ത മറ്റൊരു മുഖം എപ്പോഴും ഒളിഞ്ഞിരിപ്പുണ്ടാകും. എപ്പോഴും നല്ലൊരു വ്യക്തിയായിരിക്കുക. അത് തെളിയിക്കാൻ വേണ്ടി നിങ്ങളുടെ സമയം പാഴാക്കരുത്. മനസ്സിലാക്കേണ്ടവർ നിങ്ങളുടെ മനസ്സിന്റെ നന്മയും മേൽമയും വേഗം മനസ്സിലാക്കുന്നു. അല്ലാത്തവർക്ക് ഒരു ജന്മം മുഴുവൻ മതിയാകില്ല. എന്നും ഒരുപോലെ ആരും നമ്മളെ സ്നേഹിക്കുമെന്ന് വിശ്വസിക്കരുത്. ഇഷ്ടങ്ങൾ മാറുമ്പോൾ മറക്കുന്നവരാണ് പലരും. ആൾക്കൂട്ടത്തിന്റെ ഭാഗമാകാൻ ഒരു കരുത്തും ആവശ്യമില്ല. എന്നാൽ തനിച്ചു നിൽക്കാൻ വളരെയധികം കരുത്ത് ആവശ്യമാണ്. ജ്ഞാനിയായൊരു മനുഷ്യൻ ജയിക്കാൻ വേണ്ടി പോരാടുന്നു. പക്ഷെ പരാജയപ്പെടാൻ സാധ്യതയുള്ളതിനെ നേരിടുവാനുള്ള പദ്ധതി തയ്യാറാക്കിയില്ലെങ്കിൽ അവന്റെ ബുദ്ധിയേക്കാൾ ഇരട്ടി വിഡ്ഢിത്തമുള്ളവനായി അവൻ മാറും. സന്തോഷമുള്ള മനസ്സിന് മാത്രമേ നന്നായി ചിന്തിക്കാനുള്ള കഴിവുണ്ടാകൂ. ചിന്താശക്തി വരുമ്പോൾ എല്ലാത്തിനുമുള്ള പോംവഴി താനെ തെളിഞ്ഞു വരുന്നു. ഒഴുകുന്ന ജലവും പാറയും എപ്പോഴും ഏറ്റുമുട്ടും. ജയിക്കുന്നത് എപ്പോഴും ജലമായിരിക്കും. അതിന്റെ ശക്തി കൊണ്ടല്ല, നിർത്താതെയുള്ള പരിശ്രമത്താൽ. മറ്റാരും നിങ്ങളുടെ നിലനിൽപ്പ് ആഗ്രഹിക്കാത്തതിനാൽ നിങ്ങൾക്കായി നിലകൊള്ളുക. വേറൊരാളെയും പ്രതീക്ഷിക്കരുത്. നിങ്ങൾ ഒറ്റയ്ക്കാണ്. പഠനങ്ങൾ പറയുന്നു, ഒരു പുരുഷൻ സ്ത്രീയോട് അമിത താല്പര്യം കാണിക്കുന്നത് ഒന്നെങ്കിൽ അവളെ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ അവളെ ഏറ്റവും അധികം വെറുക്കുന്നത് കൊണ്ട്. കരച്ചിൽ നിങ്ങളുടെ വിഷാദവും സങ്കടവും കുറയ്ക്കുകയും നിങ്ങളുടെ മനസ്സിനെ സുഖപ്പെടുത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് കരച്ചിലിനെ ഒരിക്കലും പിടിച്ചു നിർത്തരുത്. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.